അല്ല, ഞാൻ ഡൽഹിയിൽ ഒരു ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിനെക്കുറിച്ചൊരു ആഗ്രഹമൊന്നുമില്ല. പക്ഷേ ഒരു സംശയം വേണ്ട, UDF ഭരണം വന്നു കഴിഞ്ഞാൽ അതിൽ എനിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാധീനമുണ്ടാവും. അതിൽ ചില പ്രത്യേകിച്ച് വികസനത്തെക്കുറിച്ചും കേന്ദ്രത്തെ ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യാൻ എല്ലാത്തിനും എൻ്റെ മുൻകൈ ഉണ്ടാവും. അതിന് പേടിക്കണ്ട. എന്ത് പറയുന്നത്? ഞങ്ങളുടെ കാര്യമല്ലേ പറയുന്നുള്ളൂ. എന്ത് വിഷയമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്? ന്യൂനപക്ഷ വോട്ടുകൾ പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഡീൽ ഉണ്ട് എന്ന്, അതായത് BJP LDF ഡീൽ ഉണ്ട് എന്ന് പറയുന്നത്. നോക്കൂ, ആർക്കെങ്കിലും ഒരു സംശയമുണ്ടോ? രണ്ടാളുടെയും ഉദ്ദേശം കോൺഗ്രസ് തോൽപ്പിക്കാൻ, CPM-ന് തുടരാനും BJP-ക്ക് കോൺഗ്രസ് വരണ്ട, CPM വന്നാൽ മതി എന്നൊരു വിശ്വാസം പലർക്കുണ്ട്. അവർക്കറിയാം അവർക്ക് ആകെ 0 സീറ്റാണ് നമ്മുടെ നിയമസഭയിൽ. അവർക്ക് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഈ ഡീലിൻ്റെ സംസാരം യാഥാർത്ഥ്യം. പക്ഷേ വേറൊരു കാര്യം പറയട്ടെ, അവർ എന്ത് ഡീല് വേണമെങ്കിലും ചെയ്തോട്ടെ, ഞങ്ങളുടെ ഡീല് ജനങ്ങളോടൊപ്പമാണ്. ഞങ്ങളുടെ ഡീല് ജനങ്ങളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾക്ക് സങ്കല്പമുണ്ട്, ഞങ്ങൾക്ക് അനുഭവവും അറിവുമുണ്ട്, കഴിവുണ്ട്. നമ്മൾ ഈ നാടിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ ഡീൽ എന്താണ്? ഞങ്ങളെ ജയിപ്പിക്കുക, നിങ്ങളാണ് ഭരിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നിൽക്കാൻ പോകുന്നത്. അതാണ് ഞങ്ങളുടെ ഡീല്. അത് മാത്രമേ ഉള്ളൂ. കോൺഗ്രസിനകത്തുണ്ടായ ചില തർക്കങ്ങളെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? തീരെ ഒരു കാര്യം നിങ്ങൾക്കറിയാം, എല്ലാ പാർട്ടിയുടെ അകത്തും എല്ലാ ഇലക്ഷൻ സമയത്തും ചിലപ്പോൾ വലിയ വിഷയങ്ങളും പരിഭ്രമങ്ങളും ഡിസപ്പോയിൻമെൻറ്റ്സും നിരാശയും ഒക്കെ ഉണ്ടാവും. അത് നോർമലാണ്, സ്വാഭാവികമാണ്. പക്ഷേ ഈ തവണ അത് കഴിഞ്ഞ ശേഷം എല്ലാവരും ഐക്യത്തോടെ നിന്നിട്ടുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും ശരിക്കും ഒരു സീരിയസ് ആയ റബൽ കണ്ടിട്ടുണ്ടോ? എല്ലാവരും പറഞ്ഞു ശരി, പാർട്ടി തീരുമാനമെടുത്തു, ഇനി നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന്. എല്ലാവരും എല്ലാറ്റിനെയും കുറിച്ച് സന്തുഷ്ടമല്ല എന്നും കൂടി അറിഞ്ഞിട്ടും കൂടി അവർ എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ വിജയം കേരളത്തിൻ്റെ ആവശ്യമാണ്, നമ്മളുടെയും ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ വേറെ വിഷയങ്ങൾ പറഞ്ഞിട്ട് സമയം കളഞ്ഞിട്ടോ തർക്കിച്ചിട്ടോ ഒരു കാര്യമില്ല. ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. എവിടെ ഞാൻ പോയവിടെ ഞാൻ കാണുന്നത് ഐക്യം, ധൈര്യം, ആത്മവിശ്വാസം. സാധ്യതയുണ്ട്. എൻ്റെ കയ്യിലല്ല ഈ മന്ത്രിസ്ഥാനങ്ങളൊക്കെ. പക്ഷെ നിങ്ങൾക്ക് മത്സരിക്കുന്ന ഒരാൾ, ഇവിടെ ജനങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാൻ അറിയുന്ന ഒരാളാണ്. ഒരിക്കൽ മന്ത്രിയെ സേവനം ചെയ്തിട്ടുണ്ട്. ഇനി ഭാവിയിൽ എന്ത് വരും അത് കാണാം. വലിയ പ്രതീക്ഷ. ഇതൊക്കെ നമ്മുടെ കയ്യിലല്ലല്ലോ, നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഇതൊക്കെ ഹൈക്കമാൻഡ് എല്ലാവരും അയച്ച MLA-മാരുടെ അഭിപ്രായമൊക്കെ നോക്കിയിട്ട് അവർ തീരുമാനിക്കും. ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നല്ല കഴിവുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ 3-4 പേരൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് കഴിവുണ്ട്, അതല്ലേ വേണ്ടത്. എല്ലാവരും കൂടി സംസാരിച്ചാൽ എന്ത് പറഞ്ഞു? ഞാൻ ഇതൊക്കെ വൈകിക്കഴിഞ്ഞില്ലേ? ഞങ്ങളിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു എല്ലാവർക്കും വേണ്ടി. ഞാൻ നമ്മുടെ സംസ്ഥാനം മുഴുവൻ പോയി എല്ലാവർക്കും വേണ്ടി പ്രചരണം ചെയ്യുന്നു. സ്വയം വേറെ ഒരു ആഗ്രഹമില്ല. ജനങ്ങളെ ജയിപ്പിക്കണം, നമ്മൾ UDF സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കണം. അത് മാത്രമേ. അല്ല, ഞാൻ ഡൽഹിയിൽ ഒരു ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിനെക്കുറിച്ചൊരു ആഗ്രഹമൊന്നുമില്ല. പക്ഷേ ഒരു സംശയം വേണ്ട, UDF ഭരണം വന്നു കഴിഞ്ഞാൽ അതിൽ എനിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാധീനമുണ്ടാവും. അതിൽ ചില പ്രത്യേകിച്ച് വികസനത്തെക്കുറിച്ചും കേന്ദ്രത്തെ ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യാൻ എല്ലാത്തിനും എൻ്റെ മുൻകൈ ഉണ്ടാവും. അതിന് പേടിക്കണ്ട. ഞാൻ മിണ്ടാണ്ട് ഈ ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ട് മിണ്ടാണ്ടിരിക്കാൻ പോവുകയല്ല. നമ്മുടെ നാടിൻ്റെ വികസനം, നമ്മുടെ യുവാക്കളുടെ ഭാവി, ഇതൊക്കെയാണ് എൻ്റെ വലിയ ചിന്ത. നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ 8-10 ആർട്ടിക്കിൾ എഴുതി കഴിഞ്ഞ 6-8 മാസത്തിൽ കേരളത്തിലെ ഓരോരോ വിഷയങ്ങളെക്കുറിച്ച് ഇനിയും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ സംഘം നല്ലോണം ഗവേഷണം ചെയ്ത് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. ഇതൊക്കെ ഞാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവിനും നമ്മളുടെ പ്രകടന പത്രിക കമ്മിറ്റി ചെയർമാനും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഇനിയും കൊടുക്കും. സർക്കാർ വന്നു കഴിഞ്ഞാൽ അതിനെ നടപ്പിലാക്കാനുള്ള ശ്രമം ഞാനും എടുക്കും. പേടിക്കണ്ട. നമ്മൾക്ക് ഈ നാടിനെ നന്നാക്കണം, നമ്മൾ എല്ലാവരും ആവശ്യമാണ്. നോക്കൂ, എണ്ണം പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ നേതാക്കൾ തുടക്കം മുതൽക്കേ പറഞ്ഞു 85 മുതൽ 100 വരെ കിട്ടുന്നു. അത് മതി. നമ്മൾ അതിനെക്കാട്ട് കിട്ടിയ സന്തോഷം. പക്ഷേ അത് ഞങ്ങൾ എണ്ണമല്ല നോക്കുന്നത്. പ്രതിപക്ഷം വേണം, നമ്മൾക്ക് ഭൂരിപക്ഷം വേണം. അതിൻ്റെ ഒപ്പം നമുക്ക് ഭരിക്കാൻ ബുദ്ധിമുട്ടില്ലാതെ, കഷ്ടമില്ലാതെ ഒരു നല്ലൊരു മെജോറിറ്റി കിട്ടിയാലേ ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനുള്ള ആവശ്യമുള്ള സീറ്റുകൾ വേണം. പക്ഷേ അതിനൊക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരുടെയും പോയാലും ഞാൻ കാണുന്ന ആവേശം, ഊർജ്ജ നിങ്ങൾ എവിടെയും കണ്ടുപോലും അരുവയ്ക്കില്ല. എന്താണ് ജനങ്ങളുടെ ഊർജ്ജ! ഫാന്റാസ്റ്റിക്. എല്ലാവർക്കും വേണ്ടത് ഒരു മാറ്റത്തിൻ്റെ ഒരു സമയമായി.
ഈ മുഖ്യമന്ത്രി സ്ഥാനം എന്നോട് ചോദിക്കരുത്. അപ്പം എനിക്കതിൽ ഒരു കാര്യം ഒരു വാക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിനുണ്ടാകുമോ? ഒരു വാക്കും എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനില്ല. സമയം വരുമ്പോൾ MLA-മാരും ഹൈക്കമാൻഡും തീരുമാനിക്കും. അത് നിങ്ങൾ കണ്ടോളാം. ഒരു ചോദ്യം കൂടി, അങ്ങനെ അടങ്ങുന്ന UDF നേതൃത്വം ജനങ്ങളോട് മുഴുവൻ പറയുന്നത് വികസന പ്രവർത്തനങ്ങൾ അതോ ശബരിമലയെ പോലെയുള്ള വിശ്വാസ പ്രശ്നങ്ങൾ? നോക്കൂ, ഞാൻ ഒരു കാര്യം എൻ്റെ വിഷയത്തിൽ എന്താണ്, ഈ സർക്കാർ പല കുഴപ്പങ്ങൾ ചെയ്തിട്ടുണ്ട്, സ്വർണ്ണക്കൊല അടക്കം. പക്ഷെ അത് മാത്രമല്ല, നിങ്ങൾക്കറിയാം അവർ ഈ സംസ്ഥാനത്തിൻ്റെ കടത്തിൽ മുങ്ങിയിട്ടുണ്ട്. അവർ ഈ നാടിനെ പല വിധത്തിലും വികസിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാ വർഷവും കടത്തിൻ്റെ പലിശയും പെൻഷനും വേണ്ടി ചിലവാക്കുന്നത് വികസനത്തെക്കാട് കൂടുതലാണ്. അങ്ങനെ അവർ ഈ സർക്കാരിനെ നടത്തിയാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയണത്, ഇവരെ ആക്ഷേപിച്ചിട്ട് മാത്രമല്ല ഞങ്ങൾ ജയിക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം ഈ സർക്കാരിൻ്റെ കഴിവില്ലായ. ഞങ്ങൾ പറയുന്നത് ഭാവി ഞങ്ങൾക്ക് സങ്കല്പമുണ്ട്. ഈ സംസ്ഥാനം നന്നാക്കാൻ വേണ്ടി, വികസനത്തിന് വേണ്ടി പദ്ധതികൾ കൊണ്ടുവരും. ഞങ്ങൾ ഈ നാടിനെ വെറുതെ വിടാൻ പോകുന്നില്ല. ഞങ്ങൾ ഒരു ഐഡിയ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്, മറ്റേവരെ എതിരിച്ചിട്ട് മാത്രമല്ല. അതുകൊണ്ട് ഒരു പോസിറ്റീവ് സന്ദേശം എന്താണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ എൻ്റെ പ്രഭാഷണം എല്ലാവരുടെയും പറയുന്നത്. ഞാൻ എല്ലാവരും പോകണം. 14 ജില്ല എത്താൻ സമയം തന്നിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ. പക്ഷേ 13 എത്തുന്നതാണ് ഞങ്ങളുടെ പ്ലാൻ പ്രകാരം. ഇനി വേറെ വല്ല ബുദ്ധിമുട്ട് വന്നിട്ടില്ലെങ്കിൽ 13 ജില്ലയിലും എത്തും. എത്രത്തോളം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങാൻ സാധിക്കും, ഞാൻ ഇറങ്ങും.